എല്ലാവർക്കും സ്വാഗതം. പിറ്റേ ദിവസമാണ് പ്രശ്നമായത്. പിറ്റേ ദിവസം സാധാരണ പോലെ ഞാൻ സ്കൂളിലെത്തി ക്ലാസ്സിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പീരീഡ് എന്നെ ഈ കച്ചി വിഷയം പറഞ്ഞ അല്ലെങ്കിൽ എന്നെ ഇറക്കി വിട്ട സാറിൻ്റെ പീരീഡായപ്പോൾ പുള്ളി വന്നു. അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അവസാനത്തെ ഒരു 5 മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു തമാശയും കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ഇങ്ങനെ പുള്ളി പറയാറുണ്ട്. ആ സമയത്ത് എന്നോട് ചോദിച്ചു, നീ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ പഞ്ചായത്തിൽ പോയി. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പോകരുതെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ക്ലാസ് ടീച്ചർ ഗോപി സാറിനോട് ചോദിച്ചായിരുന്നു. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, നീ ഇനി ഈ സ്കൂളിൽ പഠിക്കുന്ന പ്രശ്നമില്ല, നീ കൂടും കൊടുക്കുകയൊക്കെ എടുത്തോ, ഇറങ്ങിക്കോടാ സ്കൂളിൽ നിന്ന് പറഞ്ഞു. ഞാനങ്ങനെ എണീറ്റ് നിന്നു. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പരീക്ഷ അടുത്ത സമയം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാനൊരു 5 മിനിറ്റോളം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലാസ്സിൽ കുറച്ച് സീനിയേഴ്സ് ഉണ്ടായിരുന്നു. പ്രായം കൊണ്ടും അവരൊക്കെ മൂത്തതായിരുന്നു. ഒരു 6-7-8 പേരുണ്ടായിരുന്നു. ആ വർഷം കൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അത്തരം അവരൊക്കെ സ്പോർട്സ് താരങ്ങളൊക്കെ ആയതുകൊണ്ട് 1, 2, 3 തോറ്റാലും വരെ സ്കൂളിൽ പിടിച്ചു നിർത്തുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ആലക്കോട് സ്കൂൾ അന്ന് സ്പോർട്സ് കാര്യത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, MD വത്സമ്മയൊക്കെ ആലക്കോട് സ്കൂളിൽ നിന്ന് പോയതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബാച്ചിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ പിന്നീട് മിലിറ്ററിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പോലീസിലുണ്ടായിരുന്നു, സബ് ഇൻസ്പെക്ടറായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതിൽ എൻ്റെ എല്ലാവരും, ഞാൻ വലിപ്പം കൊണ്ട് കുറച്ച് ചെറുതും പ്രായം കൊണ്ട് വ്യത്യാസമുണ്ടെങ്കിൽ ഇവരുമായിട്ടായിരുന്നു എൻ്റെ കമ്പനി കൂടുതലും. എല്ലാവരുമായിട്ടും ഉണ്ട്. ആ കൂട്ടത്തിൽ ഇവരുമായിട്ടും മറ്റ് ചെറിയ പിള്ളേർക്കില്ലാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എൻ്റെ പുറകുവശത്തെ ബെഞ്ചിലാണ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ സീനിയർ സുഹൃത്തുക്കളൊക്കെ ഇരുന്നത്. അതിൽ ബേബി ജോസഫ് എന്ന പേരുള്ള, ഞങ്ങളാരും അദ്ദേഹത്തെ ബേബി ജോസഫ് എന്ന് വിളിക്കാറുണ്ടായിരുന്നില്ല, വീട്ടുപേരാണ്. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് ക്ലാസ്സിലൊക്കെ പരസ്പരം വിളിച്ചിരുന്നത്. അതുകൊണ്ട് വട്ടക്കുന്നേൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്. ഞങ്ങൾ വട്ടക്കുന്നൻ എന്ന് പറയും, വട്ടേന്നൊരു ഷോർട്ട് ഫോമായിട്ട് വിളിക്കും. ഈ പറഞ്ഞ ബേബി ജോസഫ് എന്നോട് പറഞ്ഞു, എൻ്റെ പിന്നിലെ ബെഞ്ചിലാണല്ലോ ഇരിക്കുന്നത്, ഇനി നിന്നെ ഈ സ്കൂളിൽ തിരിച്ചെടുത്തിട്ട് ആലക്കോട് സ്കൂളിൽ പഠിത്തം നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സമരപ്രഖ്യാപനം അപ്പോൾ നടത്തുകയായിരുന്നു. നീ ഇറങ്ങിപ്പോയിക്കോടാ ധൈര്യമായിട്ട്, ഇനി നിന്നെ ഈ സ്കൂളിൽ കയറ്റാതെ ആലക്കോട് സ്കൂളിൽ പഠനം നടക്കില്ല, നീ ഇറങ്ങിക്കോ എന്ന് പറയുന്നു. അദ്ദേഹം KSUവിൻ്റെ അന്നത്തെ ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു. ബാക്കി വിശേഷങ്ങൾ അടുത്തത്.